വളർന്നു വരുന്ന കേശു കുഞ്ഞുങ്ങൾ പോലും കേരളത്തിലെ സമരങ്ങളെ ഒറ്റുകൊടുക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കേൾക്കണം. സംഘപരിവാർ എന്തിനാണ് ആ സമരത്തിനെതിരെ സംസാരിക്കേണ്ടിയിരിക്കുന്നത്? കേരള സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ട ഗവർണറിലൂടെ നടപ്പാക്കുമ്പോൾ ഞങ്ങൾക്കോ സമരം ചെയ്യാനുള്ള ശേഷിയില്ല. എന്നാൽ സമരം ചെയ്യുന്നവരെ സംഘപരിവാറിൻ്റെ ശബ്ദമായിട്ട് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ നാളുകളിൽ ഇവരെ എങ്ങനെയാണ് ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത്? ഇന്നലകളിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ RSSനെ വളർത്താൻ കോൺഗ്രസ് എങ്ങനെയൊക്കെയാണോ ഇതുപോലെ മറ്റ് ജനകീയ മുന്നേറ്റങ്ങളെ തള്ളിപ്പറഞ്ഞത്, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ കഞ്ഞിക്കുഴികളും നേതൃത്വം പറഞ്ഞു കൊടുക്കും പോലെ തന്നെ ഞങ്ങളോ സമരം ചെയ്യുന്നില്ല, അവരെന്തോ ചെയ്യട്ടെ, അതിനെ നമ്മൾ മിണ്ടാതെ നിന്ന് നിഷ്പക്ഷർ ചമഞ്ഞ് അതിൻ്റെ നടുവിൽ നിന്ന് നേട്ടമുണ്ടാക്കാം, അധികാരം നേടാം, അതാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഡയലോഗ് മാത്രം മതി. എന്നിട്ട് സമരത്തെ ഒരു ഉളുപ്പുമില്ലാതെ തള്ളിപ്പറയുന്ന കേശുക്കുഞ്ഞിനെ കണ്ടപ്പോൾ പരമപുച്ഛം തോന്നി. നാളുകൾക്ക് വേണ്ടി ഈ നാടിന് ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷമായി എടുത്തു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ നീക്കത്തെ ശക്തമായിട്ടൊരു സമരം കൊണ്ട് നേരിടാനേ പറ്റുന്നില്ല. ക്യാമറകൾക്ക് മുന്നിൽ 2 കരിങ്കൊടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിന് ശേഷം